ദുബായ് ട്രിപ്പിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. എന്തായാലും ആദ്യം തന്നെ ഞാൻ ഒരു ഇൻഫോർമേഷൻ പറഞ്ഞിട്ട് തുടങ്ങാല്ലേ. നമ്മൾ രണ്ടുപേരും വിസയില്ലാതാണ് ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ദുബായിൽ എത്തിയിട്ട് വിസ എടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. നീണ്ട കാത്തിരിപ്പിന് ശേഷം ദുബായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നമ്മൾ രണ്ടാമത്തെ തവണയാണ് ദുബായിൽ വരുന്നത്. ആദ്യത്തെ തവണ വന്നിട്ട് നമ്മൾ ആകെ 2 ദിവസമാണ് നിന്നുള്ളൂ. ജസ്റ്റ് ഒരു ട്രാൻസിറ്റ് എടുത്ത് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വട്ടം നമ്മൾ ദുബായ് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലൂ കാർഡ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു കൺട്രിയിലെ RP കാർഡ്, അത് റെസിഡൻസ് കാർഡ് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിസ ഓൺ അറൈവൽ കിട്ടും. അപ്പോൾ 14 ദിവസത്തേക്കാണ് അവർ കോമൺ ആയിട്ട് കൊടുക്കുക. അത് നമുക്ക് കിട്ടുന്നത് മെർഹബല്ലേ മെർഹബ എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് ഡെസ്ക് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കിട്ടട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാവേ. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ അത് എടുത്തതിന് ശേഷം പറയാവേ. നമ്മൾ വിസ എടുത്തത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഏകദേശം 450 AED ആണ് ആയത് നമ്മൾക്ക് 2 പേരുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തൊരു ബാഗ് എടുക്കുകയാണ്. അവിച്ചേട്ടൻ വന്ന് നിൽക്കുന്നുണ്ട്, പാപ്പയും മമ്മിയും അമ്മച്ചും വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ട്രോളി എടുത്തിട്ട് ബാഗ് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോവാട്ടോ. ശരിക്കും ഇന്ന് രാവിലെ 7 മണിയോടുകൂടി നമ്മൾ ദുബായിൽ എത്തേണ്ടതായിരുന്നു. പക്ഷെ ഫ്ലൈറ്റ് ഡിലേ ആയ കാരണം കൊണ്ട് ഏകദേശം 12 മണിയായിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് തന്നെയാണ് നമ്മൾ ദുബായിലെ അല്ലെങ്കിൽ എന്താ പറയുക മിഡിൽ ഈസ്റ്റിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കണക്കുകൂട്ടലിൽ നമ്മൾ രാവിലെ എത്തുന്നു, വൈകുന്നേരം ആകുമ്പോൾ പോകുന്നു എന്നുള്ളതായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ മമ്മിയുടെ പപ്പയുടെ അടുത്തേക്കാണ് വന്നത്. അവിടെ നിന്ന് നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി ഇനി നമ്മൾ ഇന്ന് ഡെസേർട്ട് സഫാരിക്കാണ് പോകുന്നത്. ഇനി 3 മണിക്കാണ് ശരിക്കും ഞങ്ങൾക്ക് ചെക്ക് ഇൻ ടൈം കിട്ടിയിരിക്കുന്നത്. പക്ഷെ 2 മണിക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ആള് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഒരുമിച്ച് പോകാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം തന്നെ നമ്മുടെ ഈ ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളത്. നമ്മുടെ അമ്മാമ്മേനെ നമ്മൾ ദുബായിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ആളി നമ്മൾ ദുബായ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ദുബായിലാണ് ഉള്ളത്. എൻ്റെ അനിയനും വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അവന് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ കുശുമ്പ് അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ വട്ടവും നമ്മൾ വിളിക്കുമ്പോൾ. നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്ത്. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ അപ്പുറത്ത് നമ്മുടെ എയർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മരുഭൂമിക്കൂടെ പോകുമ്പോൾ എയർ ഭയങ്കരമായിട്ട് കളയണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പിന്നാലെ പോട്ടെ. ഭയങ്കരമായിട്ട് എയർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഈ മരുഭൂമിയിൽ കയറുന്നവരെ വീരസാഹസ്യ കഥകൾ പറഞ്ഞിരുന്ന പലരും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോ അയ്യോ അമ്മേ എന്നുള്ള ചെറിയ സൗണ്ടുകൾ മാത്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ പേടിക്കാന്നല്ല, ഇങ്ങനെ ഉള്ളാന്താന്ന് പറയില്ല നമ്മള്, അതാണ് ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ പോവാനായിട്ട്. അറിയില്ല എനിക്ക് എത്രത്തോളം അതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. എന്റെ സൗണ്ട് ഈ മൈക്ക് എനിക്ക് അറിയില്ല എവിടെ ഇരിക്കാന്നുള്ളത്. തപ്പാൻ പോണം. എന്റെ പൊന്നെ കാറ്റിനൊക്കെ മനസ്സിലാവുണ്ടോ? എന്റെ ഡ്രസ്സ് വർക്കണ കാണുമ്പോ നല്ല കാറ്റുണ്ട്. നല്ല പൊടിക്കാറ്റാണ് വീശിക്കൊണ്ടിരിക്കണേ. പിന്നെ നല്ല മരുഭൂമികളൊക്കെ ഉണ്ട്. അപ്പൊ ബസ്സിലുള്ള വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഒരു വിധത്തില് ഞങ്ങൾ ഇതിന്റെ മോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അടിഭാഗത്തൊക്കെ കാണാൻ പറ്റുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ മോള് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ഞങ്ങൾക്ക് അറിയുന്നവർക്കുള്ള ശരിക്കായിട്ട് അറിയുള്ളൂ. അമ്മച്ചി പേടിക്കണ്ട, അറിയില്ല. ഓ ദൈവമേ, ഒരു 1.5 വരവായിരുന്നു കേട്ടാ. അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് അറിയുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാൽ എനിക്ക് അറിയില്ല ക്യാമറ എങ്ങനെ കിട്ടിയത്. എല്ലാവരും കണ്ടൊക്കെ മാറിയില്ലേ ഇപ്പൊ? ഓ മാത്രം ഇഷ്ടപ്പെട്ടുണ്ട്. മാത്രം മുതലിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മച്ചിമാര് ഭൂമിയിൽ അക്കടി വയ്ക്കുന്നു.
ഇനി ഈ വണ്ടിയിൽ എന്തിനാണ് ഇതേപോലത്തെ പൈപ്പുകൾ കുറുകെ വെച്ചിരിക്കുന്നത് എന്നറിയോ? എങ്ങാനും ഈ വണ്ടി മറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെയാണല്ലോ ഈ വണ്ടി പോകുന്നത്, അപ്പോൾ വണ്ടി ഞെളങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് കേട്ടോ ഇത് വെച്ചിരിക്കണേ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബെല്ലി ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഗൈസ്, വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ ലെഗ് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. എനിക്ക് നടക്കണമെന്നുണ്ട്, പക്ഷേ ലെഗ് ഭയങ്കര സീനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നാളെയും കൂടി ഉണ്ടായിരിക്കും. വെറുതെ വർക്കൗട്ട് ചെയ്തല്ലേ, നടക്കാൻ പറ്റുന്നില്ലേ? വേദനയും വിഷമൊക്കെ ഉണ്ടെങ്കിലും കണ്ടതിന്റെ പുറത്ത് കയറാനായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതെന്റെ വീട്ടുകാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒട്ടകത്തിന്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് കേട്ടാ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചുമ്മാ അങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അമ്മച്ചിക്ക് പേടിയ കാരണം കൊണ്ട് തന്നെ അമ്മച്ചി കയറില്ല കേട്ടോ. അമ്മച്ചിന്ന് ഞാനിവിടെ പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാ വിളിക്കാറ്. ക്യാമ്പിൽ കയറുന്നതിനേക്കാൾ മുൻപാണ് ക്യാമൽ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ക്യാമ്പിലേക്കായിരുന്നു. അപ്പോൾ കയറി ചെല്ലുന്ന പാടെ തന്നെ നമുക്ക് കോഫിയും ചായയും അതേപോലെ കുറച്ച് ഈന്തപ്പഴമൊക്കെ തിന്നാനായിട്ട് തരുവേ. പിന്നെ നമ്മൾ ഈ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ വിച്ചേട്ടൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന, അതായത് ഗീതു ചേച്ചി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെയാണ്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും നല്ലൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ആൾ മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സീറ്റൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് അവർ നമ്മളോട് പറഞ്ഞത് അടുത്തത് ഫാൽക്കൺ ഷോയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് വരാം എന്നുള്ളത്. ഈ ഫാൽക്കൺ എന്ന് പറയുന്ന ബേർഡിനെ നമ്മൾ ഇയുവിൻ്റെ വിസേമയും എല്ലാവിടെയും കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഷോയായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ബേർഡിനാണെങ്കിൽ ഭയങ്കര സ്പീഡും അതേപോലെ തന്നെ കറക്റ്റായിട്ട് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇയാൾ അത്ര അടുത്തല്ലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂം ചെയ്തൊക്കെ വന്നപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. എനിവേ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികൾ നടക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾക്ക് ഫാൽക്കൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. അമ്മച്ചിക്ക് പേടി ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മച്ചിക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവർക്കായിരുന്നു പേടി. പക്ഷെ ഇതിൻ്റെ കണ്ണ് കെട്ടിയിട്ടുള്ള കാരണം കൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇവര് സാൻഡ് ബോർഡ് ട്രൈ ചെയ്യാൻ പോയിട്ടോ. എന്റെ കാല് പണി പറ്റിച്ച കാരണം കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ. അതിലെനിക്ക് നല്ല വിഷമം ഉണ്ട്. അങ്ങനെ കലാപരിപാടികൾ ഓരോന്നായിട്ട് ആരംഭിച്ചു. ഇവർ നമ്മുടെ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഡാൻസ് കളിപ്പിക്കുന്നതൊക്കെ. എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോഴാണ് കാലിന് ഭയങ്കര ഭാരം. അപ്പോൾ ഞാൻ ഷൂ ഒന്ന് ഊരി കുടഞ്ഞു നോക്കി. ആ മണലാരിനത്തിലെ മണൽ മുഴുവൻ എൻ്റെ ഷൂലുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വട്ടം കറങ്ങലോട് വട്ടം കറങ്ങല്. ലേറ്റ് ഇട്ട് വട്ടം കറങ്ങുന്നു, ലേറ്റ് ഇടാതെ വട്ടം കറങ്ങുന്നു. ഏകദേശം ഒരു 30 മിനിറ്റ് നേരമാണ് കേട്ടോ ഈ ചേട്ടൻ ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടേ നിന്നത്. വട്ടം കറങ്ങുന്ന ചേട്ടന് തലച്ചിട്ടുന്നില്ലായിരുന്നുണ്ടെങ്കിലും ഇത് കണ്ടു നിന്ന ഞങ്ങൾക്ക് നല്ല പോലെ തലച്ചിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ.
ഈ ചേട്ടൻ എങ്ങനെയെങ്കിലും ഒരു അവസാനം നിർത്തട്ടെ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ. എന്നാലും ആളെ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര നേരം വട്ടം കറങ്ങുന്ന ഒരാളെ കാണുന്നത്. ഇത് കൂടാതെ ആള് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഹൈഫൈയും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നതും. അവിടെ തന്നെ കുക്കിയും വലിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ നാശാക്കുന്നത് വേറെ ആരുമല്ല എന്നെ കെട്ടിയോൻ തന്നെയാണ് എന്നുള്ളത്. കുക്ക് വലിച്ചിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ തന്നെ ചേട്ടനും കുക്കൊക്കെ കളഞ്ഞ് ഫസ്റ്റ് ബെഞ്ചിൽ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരുടെ മുഖത്തൊരു പ്രസാദം ഒന്ന് നോക്കിക്കേ, എന്താ പ്രസാദം അല്ലേ. ദുബായിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ മുത്തുണ്ണി എന്നോട് പറഞ്ഞത് ആകെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ്. അത് ഈ ഒരു ക്യാമ്പ് കാണാൻ പോകണം എന്നുള്ളതാണ് കേട്ടോ. അവര് ചിലപ്പോ മരുഭൂമിയിലെ ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാലും ഇത് അതിലൊരു പാട്ടാണല്ലോ, എന്നാലും പാവം കണ്ടോട്ടെ. എന്തായാലും ഇത് നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഫുഡും അവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഫുഡ് പോയി നോക്കിയിട്ട് വന്നാലോ എന്താ ഉള്ളതെന്ന്. എനിക്ക് പൊതുവെ അറബിക്ക് അതേപോലെ ഗ്രീക്ക് ടർക്കിഷ് ഫുഡുകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതിന് നമ്മുടേതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് നേരം വൈകി വന്ന കാരണം കൊണ്ടും നമ്മളെ ഇവർ നേരത്തെ എടുക്കാൻ വന്ന കാരണം കൊണ്ടും ശരിക്കും പറയുകയാണെങ്കിൽ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്. അപ്പം അത് കാരണം കൊണ്ട് നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിച്ചു. ഇനി ഇവിടെ നമുക്ക് ഹെന്നി ഇടാനും അതേപോലെ സോനിയേഴ്സ് വാങ്ങാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. മമ്മി പോയി ഹെന്നിയൊക്കെ ഇട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമും കഴിഞ്ഞ് അവര് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. പപ്പയുടെയും മമ്മിയുടെ ഒപ്പം അമ്മച്ചുള്ള കാരണം കൊണ്ട് അവർക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതി ഇഷ്യൂ ഉണ്ടായിരിക്കും നമ്മളും കൂടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഒരു ഹോട്ടൽ എടുത്തിട്ട് അവിടെയാണ് നിൽക്കുന്നത്. അത് നമുക്ക് ഇവരെ വീട്ടിലേക്ക് നടന്നു പോകാനായിട്ടുള്ള ദൂരമാണ് ഉള്ളൂ കേട്ടോ. ഇവർ നിൽക്കുന്നത് ഇറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. പാപ്പയും മമ്മിയും എപ്പോഴും പറയുന്ന ഒരു ചായ ഉണ്ട് അവരെ വീടിന്റെ അടുത്ത് കിട്ടുന്ന. അപ്പൊ നമുക്ക് അതും വാങ്ങിച്ച് തന്ന് നമ്മളെല്ലാവരും കൂടി എന്തായാലും പപ്പയുടെ മമ്മിയുടെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ട് നമുക്ക് ഹോട്ടലിലേക്ക് പോകണം. ഇനി നമ്മുടെ ഹോട്ടലിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ അടുത്തൊരു വ്ളോഗിൽ പറയാം. അപ്പം എന്തെങ്കിലും നമ്മുടെ വ്ളോഗിന് സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. കാരണം ഞാൻ മാക്സിമം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം എല്ലാവർക്കും അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.